ടി സിദ്ദിഖ് എം എൽ എ തന്നെ ഈ ആരോപണം ഉന്നയിച്ച ടി സിദ്ദിഖ് എം എൽ എ നമ്മളോടൊപ്പം ചെയ്യുന്നത്. ശ്രീ ടി സിദ്ദിഖ് എം എൽ എ, താങ്കൾ ഉന്നയിച്ച ആക്ഷേപം അത് താങ്കളുടെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടും മറ്റ് രണ്ട് പേരുടെ സാഹചര്യം കൂടി പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ 5 മരണം അവിടെ സംഭവിച്ചു എന്നത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് പുക ശ്വസിച്ചല്ല, മറ്റ് അവരുടെ ആരോഗ്യ സാഹചര്യം അത് അത്രയും വൾണറബിൾ ആയിരുന്നു എന്നതാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം. ഇപ്പോൾ ഇതില് ഞാൻ ആക്ഷേപവും ആരോപണവും ഈ കാര്യത്തിൽ ഉന്നയിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ മണ്ഡലത്തിലെ ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ചു എന്നുള്ള വിവരം കേട്ട് അവരുടെ ബോഡി കാണുന്നതിന് വേണ്ടി ഞാൻ മേലെ മുതിർന്നവരുടെ ആശുപത്രിയിലേക്ക് പോയി. അവിടെ വെച്ച് അവരുടെ ബന്ധുക്കളുമായിട്ട് സംസാരിച്ച വേളയിൽ അവരുടെ മകൻ, അവരുടെ മരുമകൻ തുടങ്ങി എല്ലാവരും ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത് എന്നോട്, അവർ വെന്റിലേറ്ററിലായിരുന്നു, ഇന്നലെ വന്നതാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പുകയും പ്രശ്നങ്ങളും ഉണ്ടായതിനെ തുടർന്ന് അവരവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ്, പുറത്തേക്ക് വരുമ്പോഴാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മരണം നടന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനിശ്ചിതത്വത്തിനിടയിലാണ് എന്ന് എന്നോട് പറഞ്ഞത് അവരുടെ ബന്ധുക്കളാണ്. ആ പറഞ്ഞത് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് അവർ അവരുടെ മരണത്തിന്റെ വിഷമത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായി ഇത് വേറെ ഏതെങ്കിലും തരത്തിൽ പറയേണ്ടതില്ല, എനിക്കും വേറെ ഏതെങ്കിലും തരത്തിൽ പറയേണ്ടതില്ല, നമുക്ക് ദുരന്തത്തിൽ മറ്റുള്ള രീതിയിൽ കാണേണ്ടതുമില്ല. താങ്കൾ 3 പേരുടെ മരണം, ഞാൻ അവിടെ നിങ്ങൾ പത്രപ്രവർത്തകരടക്കം 4 പേരുടെ മരണം അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 4 ബോഡിയും അവിടെ പുറത്തേക്ക് വന്നു എന്നുള്ള വിവരം പറഞ്ഞു. ചില ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ പറഞ്ഞു. ആ ഒരു വിവരത്തിന്റെ, നിങ്ങൾ തന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ വടകര സ്വദേശിയും കൊയിലാണ്ടി സ്വദേശിയും വെസ്റ്റീൽ സ്വദേശിയും ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. എന്റെ മണ്ഡലത്തിലെ വിഷയം എനിക്ക് കൃത്യതയോടുകൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കും. നസീറയുടെ ബന്ധുക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ള വിവരം ആധികാരികമായിട്ടുള്ള വിവരമാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെ ആ കുടുംബത്തിന്റെ വിഷമം നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അവിടെ പോയത്. അവരുമായി സംസാരിച്ചപ്പോഴാണ് ഈ വിഷമം പറഞ്ഞിട്ടുള്ളത്. അവർ ശ്വാസം കിട്ടാതെയാണ് മരിച്ചത് എന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നോ? ഈ പ്രശ്നം നടന്ന സമയത്ത് അവിടെ നിന്ന് രോഗിയെയും എടുത്തു പോരുന്ന സമയത്താണല്ലോ ഈ പ്രശ്നം, മരണം സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ കാരണമായിട്ടാണെന്നാണല്ലോ പറയുക. ശരി, ഈ 5 പേരുടെ മരണത്തിലും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നൊരു ആവശ്യം കൂടി താങ്കൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ 5 പേരുടെ വിഷയമൊന്നും പറഞ്ഞിട്ടില്ല. ശരി, ടി സിദ്ദിഖ് എം എൽ എ ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ബന്ധുക്കൾ പറഞ്ഞ ആരോപണം മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അത് മാധ്യമങ്ങളോട് പറയുകയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ ടി സിദ്ദിഖ് എം എൽ എ പറയുന്നത്. ഏതായാലും ആ 5 പേരുടെ മരണത്തിലും അതിൽ ഇനി പരാതികളുണ്ടെങ്കിൽ വ്യക്തത വരേണ്ടത് പോസ്റ്റ്മോർട്ടത്തിലാണ്.